ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കമ്പനിക്ക് റിയാക്ട് ആവാൻ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഡോട്ട് നെറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അയാൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യം നിങ്ങളിപ്പോൾ റെസ്യൂമിൽ ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതിൽ 2 കോഴ്സുള്ള പിള്ളേരല്ലേ? ഏതൊക്കെയാ? മെയിൻ സ്റ്റാക്കും ഉണ്ട്, ഡോട്ട് നെറ്റും ഉണ്ട്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മെയിൻ സ്റ്റാക്കാരൻ ഡോട്ട് നെറ്റ് ഇൻ്റർവ്യൂവിന് കാര്യമുണ്ടോ? തിരിച്ചും കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളൊരു കമ്പനി ഡോട്ട് നെറ്റിൽ ഇൻ്റർവ്യൂ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? ഡോട്ട് നെറ്റും അതിൻ്റെ സ്കില്ലുമാണ്. ഈ സംതിങ്ങിലേക്ക് നമ്മളൊരു സദ്യ വിളമ്പോലെ അതുപോലെയാ. ഒരു സദ്യയിൽ ഏറ്റവും കൂടുതൽ എന്താ ക്വാണ്ടിറ്റി? ചോറ്. എന്നാൽ ചോറ് മാത്രം സദ്യയാവോ? വേറെ എന്തൊക്കെ വേണം? സബ്ബെല്ലാം വേണം. സത്യമല്ലേ? ഇതുപോലെ ചിന്തിക്കണം ഒരു റെസ്യൂം ഉണ്ടാക്കുമ്പോൾ. പിന്നെ വേറൊരു സിമ്പിൾ അഡ്വൈസാണുള്ളത്, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് പറ്റുമെങ്കിൽ മാറ്റി ഉപയോഗിക്കാം. ഒട്ടുമിക്ക ആൾക്കാരെയും ഇമെയിൽ ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ 10th +2 പഠിച്ച ഇമെയിൽ ആയിരിക്കും. അതിലൊരുപാട് ജങ്ക് മെയിലൊക്കെ വരുന്നുണ്ടാവും. പറ്റുമെങ്കിൽ നിങ്ങളുടെ പേര് വെച്ചിട്ടുള്ളൊരു ഇമെയിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പറഞ്ഞാൽ ശരിക്കും പേര് കൃഷ്ണരാജൻ എന്നായിരിക്കും, ഇമെയിൽ kichus111. എന്താ തമാശ പറഞ്ഞല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് മിസ്റ്റേക്ക്. സിമ്പിൾ ഇമെയിലൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. റെസ്യൂമിൽ മസ്റ്റായിട്ട് ഫോൺ നമ്പർ, ഇമെയിലൊക്കെ വേണം. പറ്റുമെങ്കിൽ 2 ഫോൺ നമ്പർ 2ഉം കൊടുക്കുക. അതിനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എഴുതി വയ്ക്കരുത്. ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പണ്ടൊരു പയ്യനെ എഴുതി വെച്ചിരുന്നതാണ് ഡിഫൻഡർ എക്സ്പീരിയൻസ്. ഡിഫൻഡർ ക്ലബിലെ 7 ഫുട്ബോളർ ഡിഫൻഡർ. എന്തായിട്ട് അല്ല, ഹോബിയിൽ ഫുട്ബോൾ എന്നത് പിന്നെ ഉണ്ട്. എന്താ നമ്മൾ കുറേ റെസ്യൂം ചിലപ്പോൾ ചിരി വരും. അതൊരു കമ്പനിക്ക് റെസ്യൂമൊക്കെ അയക്കില്ലേ? എപ്പോഴും അയക്കുമ്പോൾ മിക്കവരും അയക്കണമെന്നറിയോ? ഇപ്പോൾ എനിക്കൊക്കെ വരാറുണ്ട്, ഒരു ഓപ്പണിംഗ് കിട്ടുക, ഒരു റെസ്യൂം വരും. വേറെന്താണെന്നറിയോ? മെയിലിൽ വേറൊന്നുമില്ല, resume.pdf. അത് ഞാനത് വായിച്ച് തുറന്നു നോക്കി അദ്ദേഹത്തെ ജോലിക്ക് എടുക്കണം. ഞാനത്ര മഹാനുഭാവനൊന്നുമല്ല, സ്ട്രേറ്റ് ഡിലേറ്റ് ആണ് അതൊക്കെ. അതേപോലെ റെസ്യൂം അയക്കുമ്പോൾ നമ്മൾ ആ റെസ്യൂമിന് നിങ്ങളുടെ പേര് കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ രജീഷിനാണെങ്കിൽ രജീഷ്, നിങ്ങളുടെ രജീഷ് PV പ്രൊഫഷണൽ സമ്മറി അല്ലെങ്കിൽ CV. എന്താ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഈ എല്ലാവരും റെസ്യൂം കിട്ടുക എന്താ അറിയുക? എല്ലാം ഒന്ന് സേവ് ആവുന്ന resume.1, resume 3 ഇത് ഓരോന്നും തുറന്ന് നമ്മൾ റീനെയിം ചെയ്യേണ്ടി വരും. അത് എങ്ങനെ എത്രത്തോളം അവരുടെ ജോലി എളുപ്പമാക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യുക.